ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പം തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമുക്ക് ആ കേക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേർക്കുന്നു എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണേ. പിന്നെ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ആദ്യമേ ഞാൻ സമ്മാനത്തിൻ്റെ കാര്യം പറയാം. ഞാൻ 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പം 4 പേർക്കാണ് സമ്മാനം. 2 പേർക്ക് ഇതാ ഈ ഒരു ഗിഫ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ 2 പേർക്ക് ഇതാ ഐസിങ് സ്റ്റാൻഡുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഫുള്ള് കണ്ടിട്ട് ഞാൻ അതിൽ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊക്കെ ഒന്ന് ഉത്തരമൊക്കെ തരിക കേട്ടോ. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം പൊക്കം കുറഞ്ഞ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ 1 കിലോയുടെ കേക്കാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് കേക്ക് നല്ല പൊക്കം കുറച്ച് ചെയ്യാൻ വേണ്ടിയാണ് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച ശേഷം 200 ml കപ്പിൽ 1 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അതിനുശേഷം നല്ലതുപോലെ അരിച്ചിട്ട് 2-3 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരിക്കൽ അരിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നല്ലതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്ത് നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒട്ടും തന്നെ ഈർപ്പം പാടില്ല, നല്ലതുപോലെ ഉണങ്ങിയ ബൗളാണ് എടുക്കുക. അതിലേക്ക് 4 മുട്ട, ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു അടപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പലരും പറയുന്നുണ്ട് മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരുന്നുണ്ടെന്ന്. അതിന് കാരണം മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ എസൻസ് ഏത് എസൻസാണോ ചേർക്കുന്നത് ആ എസൻസ് ആദ്യമേ ചേർത്ത് കൊടുക്കുക. പകുതിക്ക് വെച്ചല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ആദ്യമേ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടി നമ്മളിതിലേക്ക് കുറച്ച് വീതം ചേർത്താണ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പഞ്ചസാര നേരിട്ട് ചേർക്കുകയാണെങ്കിൽ 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരും നമുക്ക് കേക്കിന് ഓർഡർ പറയുമ്പോൾ അവർ മധുരം കുറച്ച് മതിയെന്ന് പറയണമെങ്കിൽ 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് വീതം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്പീഡ് മിക്സ് ചെയ്യണമെങ്കിൽ ആ ഒരു പതഞ്ഞ മുട്ടയൊക്കെ അങ്ങ് താന്നു പോകും. പിന്നെ കേക്ക് ഭയങ്കര ഹാർഡായിട്ടിരിക്കും കേട്ടോ, കല്ല് പോലെ ഇരിക്കും. പിന്നെ നമുക്ക് നല്ല കളർ കിട്ടിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ചോക്ലേറ്റ് കേക്കിന് നല്ല കളറില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 2-3 തുള്ളി ആ ഒരു ബ്രൗൺ കളറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ ഇപ്പോൾ ഒരു 40 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ഓവനിലല്ല പാത്രത്തിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 40-45 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നമ്മൾ ടൂപ്പിക്കൊക്കെ ഒന്ന് വെച്ച് കുത്തി നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുക്കാം കേട്ടോ. ഓരോ തീയുടെ ചൂടിനനുസരിച്ചിരിക്കും നമുക്ക് ഓരോ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് നൂല് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ ഇതുപോലെ 4 ചുറ്റും ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു നൂല് കൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 സൈഡൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇവിടെ 3 ലെയർ കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനു മുമ്പേ ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്.
അപ്പം 2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് ഒന്ന് നല്ലതായിട്ട് ചൂടാക്കി അരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കുന്നത്. അടുത്ത് നമുക്കിതിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1.25 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് നമ്മൾ നനച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ക്രീം കുറച്ച് മതിയെന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ കേട്ടിട്ട് അതനുസരിച്ച് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കും. കാരണം എല്ലാം നമ്മൾ ചോക്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കടുപ്പ് വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതേപോലെ തന്നെ 3 ലെയറും ചെയ്ത് ഞാൻ ഇവിടെ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കാം, അല്ലെങ്കിൽ കമൻ്റായിട്ട് കേൾക്കാം കേട്ടോ. അപ്പം ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് കേട്ടോ കേക്ക് ഐസിങ് ചെയ്യാൻ എടുക്കുന്ന, ഫൈനൽ കോട്ടിങ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പം കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ ഒന്ന് പുറത്ത് നല്ലതായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഞാൻ 4 സൈഡും ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പം എളുപ്പത്തിലൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ട് എല്ലാവരും കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നല്ല രീതിയിലാണ് ഞാൻ ഓരോ ക്ലാസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഇതുപോലത്തെ കാർഡാണ് കേട്ടോ. എത്ര കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇതുപോലത്തെ കാർഡ് നമ്മളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അധികം ടൂൾസ് ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമല്ല. നമ്മൾ എന്നിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കാണ്. അതിന് ശേഷം ഞാൻ ഇവിടെ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളിവിടെ 4 സൈഡ് ട്രിപ്പ് കൊടുക്കുമ്പം അത് ചെറിയ രീതിയിൽ നല്ല ഭംഗിക്ക് കൊടുക്കാൻ നോക്കുക കേട്ടോ. കൂടുതൽ ഒഴുകി താഴോട്ട് പോകാത്ത രീതിയിൽ കുറച്ചളവിൽ നിങ്ങൾ കൊടുത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു കേക്ക് കാണാൻ തന്നെ. അപ്പം ഞാൻ ഇവിടെ നമ്മൾ മുകളിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഈ സൈഡിൽ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ അങ്ങ് ഒലിച്ച് താഴോട്ട് പോകാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു കേക്ക് കാണാൻ നല്ല ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ലൈക്കും സപ്പോർട്ടും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സമ്മാനങ്ങൾ കിട്ടും കേട്ടോ. കാരണം ഞാൻ ഇത് മാത്രമല്ല ഇനി തുടരെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് പെട്ടെന്ന് കണ്ട് എടുത്തോളൂ. അങ്ങനെ ഞാൻ കേക്ക് ഇവിടെ നല്ലതുപോലെ ഫിനിഷ് ചെയ്ത് ചെറിയൊരു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മളെ കേക്കിൻ്റെ ഡെക്കറേഷൻ. അധികം ഡെക്കറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.